വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 22-13-5 കേരള സെക്സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 60ഓളം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വോളന്റ് അഡാപ്റ്റേഷൻസ് ആർ കൺസേൺഡ് വിത്ത്. വോളന്റ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലൈറ്റ് ആണ്. ഓക്കെ, വോളന്റ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്ലൈറ്റ്. അടുത്തത്, ഇൻ എവല്യൂഷണറി ടൈം സ്കെയിൽ ഏജ് ഓഫ് ആംഫീബിയൻ ഈസ് റെപ്രസെന്റഡ് ബൈ വിച്ച് പീരിയഡ്? അപ്പോൾ എവല്യൂഷണറി ടൈം സ്കെയിൽ ഏജ് ഓഫ് ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ ഏത് പീരീഡ് ആണ് കാണിക്കുന്നത്? ഓപ്ഷൻ ബി കാർബോണിഫറസ്. ഡിവോണിയൻ ആണെങ്കിലോ ഏജ് ഓഫ് ഫിഷസ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, കൈക്നോജ്നാദ ദ പ്രിഡേറ്ററി മറൈൻ വേംസ് ആർ പോപ്പുലർലി നോൺ ആസ്, അതിനെയാണ് ആരോ വേംസ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ഡോർസൽ ലിപ് സെൽ ഓഫ് ബ്ലാസ്റ്റോപോർ ഇൻഡ്യൂസ്ഡ് ബൈ ന്യൂകോപ്സെൻഡർ. ഏതാണ്? ഓപ്ഷൻ ഡി ഓർഗനൈസർ. അടുത്തത്, ഇന്റർഫെറിംഗ് RNA വിച്ച് ബൈൻഡ് ടു ദ ടാർഗറ്റ് RNA പെർഫെക്റ്റ്ലി ടു ബ്ലോക്ക് ഇറ്റ്സ് ട്രാൻസ്ലേഷൻ. ഏതാണ്? siRNA. ഓക്കെ, അടുത്തത്, ദ പെപ്റ്റിഡോഗ്ലൈക്കൻ സ്ട്രക്ചർ ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ comprises repeating disaccharide backbones of N-acetyl glucosamine and ഏതാണ്? ഓപ്ഷൻ എ β1,4-N-acetylmuramic acid NAM. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കളിൽ എന്തൊക്കെയുണ്ട്? അതിന്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് NAGയും NAM കൊണ്ടാണ്. അപ്പൊ NAG ആണ് N-acetyl ഗ്ലൂക്കോസമീനും, NAM ആണ് β1,4-N-acetylmuramic acid. ഓക്കെ, ഇനി അടുത്ത ഒരു അസേർഷൻ ആണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇൻവോൾവ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് carrier molecule without energy expenditure. Reason, the energy of glucose into erythrocyte is an example of facilitated diffusion. ഏതാണ്? ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ഈ രണ്ട് സെന്റൻസുകളും കറക്റ്റ് ആണ്, പക്ഷെ രണ്ടും ഒന്നിന്റെ എക്സ്പ്ലനേഷൻ അല്ല മറ്റേത്. ഓക്കെ, അടുത്തത്, പ്ലാസ്മിഡ് വെക്ടർ ക്യാപ്പബിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ 2 ഡിഫറെന്റ് ഹോസ്റ്റ്. അതാണ് ഷട്ടിൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഹോസ്റ്റിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിവുള്ള പ്ലാസ്മിഡ് വെക്ടറുകളെയാണ് ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത്, എ ഫാമിലി ഓഫ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ദാറ്റ് ഫോം ഗ്യാപ് ജംഗ്ഷൻ ഉണ്ടാക്കുന്ന ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ് കോണക്സിൻസ് എന്ന് പറയുന്നത്. ഇനി, ഇൻ ലാക്ക് ഓപ്രോൺ ഡാഷ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് റിസൾട്ട് ഇൻ CAMP പ്രൊഡക്ഷൻ ടു പ്രൊമോട്ട് RNA ബൈൻഡിങ്. ലോ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അടുത്തത്, റോഡ് സെൽ സെൻസ് ലൈറ്റ് വിത്ത് ദ എയ്ഡ് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് GPCR നോൺ ആസ്, അതാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി റോഡോപ്സിൻ. അടുത്തത്, ദ റിച്ച് സോഴ്സ് ഓഫ് കാർബൺ കമ്പൗണ്ട് ഇൻ മൈക്രോ ആൽഗെ ക്യാൻ ബി യൂസ്ഡ് ഇൻ, ഏതിലാണ്? ഓപ്ഷൻ സി ബയോഫ്യൂവൽ. അടുത്തത്, ദ ജീൻ ദാറ്റ് ട്രിഗർ X ക്രോമസോം ഇൻആക്ടിവേഷൻ ഇൻ ഡോസേജ് കമ്പൻസേഷൻ ആണ്. ഏത്? ഓപ്ഷൻ എ. അടുത്തത്, എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് യൂസസ് റീസൺ ടു സോൾവ് എ പ്രോബ്ലം ദാറ്റ് ഹിറ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതായത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലത്തെ പറ്റി കുറെ ആലോചിച്ച് ചിലപ്പോൾ തെറ്റിപ്പോവാം, അങ്ങനെ ചെയ്ത് തെറ്റി ലാസ്റ്റ് ശരിയാവണതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് യൂസസ് റീസൺസ് ടു സോൾവ് എ പ്രോബ്ലം. അതായത് ആ കറക്റ്റ് റീസൺ അവർ കണ്ടെത്തി അപ്പൊ തന്നെ അത് ചെയ്യും. അതേതാണ്? ഇൻസൈറ്റ് ലേണിംഗ്. ഓക്കെ, അടുത്തത്, ഫൗണ്ടർ എഫക്ട് പ്രിൻസിപ്പിൾ വാസ് ഡെവലപ്ഡ് ബൈ, ആരാണ് ഫൗണ്ടർ എഫക്ട് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത്? ഏണസ്റ്റ് മേയർ ആണ്. ഓപ്ഷൻ സി. അടുത്തത്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിനം പ്രിവെന്റ് ദ റിലീസ് ഓഫ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ കോസിംഗ് ഫ്ലാസിഡ് പാരലൈസിസ്. ഏതാണ്? ഓപ്ഷൻ എ അസറ്റൈൽ കോളിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻആക്റ്റീവ് പ്രിക്കേഴ്സർ ഓഫ് എൻസൈം. എൻസൈമിന്റെ ഇൻആക്റ്റീവ് പ്രിക്കേഴ്സറിനെയാണ് സൈമോജൻസ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബയോസ്റ്റാറ്റിക് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഏതാണ്? ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് എറർ. അടുത്തത്, മ്യൂട്ടേഷൻ ഓഫ് ജീൻ ഫോർ മേക്കിംഗ് പ്രോട്ടീൻ കോൾഡ് കൊയാഗുലേഷൻ ഫാക്ടർ 9 കോസസ് ഹീമോഫീലിയ ബി. ഓപ്ഷൻ എ ഹീമോഫീലിയ ബി. അടുത്തത്, പ്രീനേറ്റൽ ടോക്സിറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ ഡിഫക്റ്റ് ഇൻ ഡെവലപ്പിംഗ് എംബ്രിയോ. അതാണ് ഓപ്ഷൻ സി ടെറാറ്റോജനസിസ്. അടുത്തത്, കീമോസിന്തറ്റിക് തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് വാസ് പ്രപ്പോസ്ഡ് ബൈ. കീമോസിന്തറ്റിക് തിയറി ആരുടെയാണ്? ഒപ്പാരന്റെ ആണ്. ഓപ്ഷൻ ബി. ഇനി ഇവിടെ മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. സോ കുറച്ച് എന്തൊക്കെയാണ് തന്നേക്കണം നോക്കിയാൽ, പ്ലൂറിപോട്ടൻ, ടോട്ടിപോട്ടൻ, എംബ്രിയോണിക്, അതുപോലെ തന്നെ സ്റ്റെം സെൽസ്. അപ്പൊ നമുക്ക് നോക്കാം. പ്ലൂറിപോട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി ടു ഗെറ്റ് സെൽഫ് റിന്യൂഡ്. അതാണ് പ്ലൂറിപോട്ടന്റ് എന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റി ടു
സെൽഫ് റിന്യൂഡ്. ഇനി ടോട്ടിപോട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയൊരു ഓർഗാനിസത്തിനെ റൈസ് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് പുതിയൊരു ഓർഗാനിസം വരും. അടുത്തത് എംബ്രിയോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എംബ്രിയോണിക് എന്ന് പറഞ്ഞാൽ ദേ ആർ അൺഡിഫറൻഷിയേറ്റഡ് ഇന്നർ മാസ് സെൽ, അതാണ് എംബ്രിയോണിക്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഏത് സെൽസ് വേണമെങ്കിലും ആവാം, ഡെവലപ്പിംഗ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇനി ടൈപ്പ് ഓഫ് വേവ് ഡിറ്റക്റ്റഡ് ബൈ EEG ഡ്യൂറിങ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് ഏതാണ്? ഡെൽറ്റ. നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ EEGയിൽ കാണിക്കുന്ന ടൈപ്പ് ഓഫ് വേവ് ആണ് ഡെൽറ്റ. അടുത്തത് 60th സബ് യൂണിറ്റ് ഓഫ് റൈബോസോം കാറ്റലൈസസ് ഏതാണ്? ഓപ്ഷൻ ഡി, പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. അടുത്തത് സൈറ്റ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ പ്രൊക്യാരിയോട്സ്, അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോസോളിലാണ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ഓർണിത്തോസിസ് ഏതാണ്? ഓപ്ഷൻ ബി, ക്ലാമിഡിയ സിറ്റാക്കേ. അടുത്തത് the genes of MHC located on this locus are responsible for allograft rejection reaction in humans ഏതാണ്? HLA. The gas which contribute in greatest concentration കേൾക്കുമ്പോൾ തന്നെ അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. to increase natural acidity of rainwater ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി. അടുത്തത് ഫാക്ടർ ദാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ ഏതാണ്? മ്യൂച്വലിസം. ഓക്കെ. അടുത്തത് ടൈപ്പ് ഓഫ് ലിങ്കേജ് ദാറ്റ് ഡിസ്പ്ലേ സം പോർഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ ഏതാണ്? ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. അടുത്തത് ഡയോഡ്രോമി ഈസ് ഒബ്സർവ്ഡ് ഇൻ ഫിഷസിലാണ് ഡയോഡ്രോമി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആൻ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് പ്രോട്ടോകോൾ ഓൺ സബ്സ്ട്രേറ്റ് ദാറ്റ് ഡിപ്ലീറ്റ്, ഈ ഓസോൺ ലെയർ ആയിട്ട് റിലേറ്റ് ചെയ്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, മോൺട്രിയൽ. അടുത്തത് മോറിക്കൾച്ചർ ഈസ് എ പ്രൈമറി സ്റ്റെപ്പ് ഫോളോഡ് ഇൻ സെറികൾച്ചർ പ്രോസസ് വെയർ കൾട്ടിവേഷൻ ഓഫ് മൾബറി ലീവ്സ്, അറിയാലോ. ഇനി ജനറ്റിക് മ്യൂട്ടേഷൻ കോസ്ഡ് ബൈ ഡിലീഷൻ ഓർ ഇൻസേർഷൻ ഇൻ DNA സീക്വൻസ് ദാറ്റ് ഷിഫ്റ്റ് ദ വേ ദ സീക്വൻസ്. അപ്പോൾ ഈ ഒരു ബേസ് വരെ ഡിലീറ്റ് ചെയ്യുക, ഒരു ബേസ് വരെ ഇൻസേർട്ട് ചെയ്യുക, അതൊക്കെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ വരുന്നത്. DNA ബാർകോഡിംഗ് ഇൻവോൾവ് സീക്വൻസിങ് എ ഷോർട്ട് ഫ്രാഗ്മെന്റ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഏതാണ്? സൈറ്റോക്രോം C ഓക്സിഡേസ് സബ് യൂണിറ്റ് 1, അതാണ് ഓപ്ഷൻ എ. അടുത്തത് ഇൻസെക്ട് പെസ്റ്റ് കോസിംഗ് ഡാമേജ് ടു കോക്കനട്ട് ക്രോപ്പ് ഏതാണ്? ഒറൈറ്റീസ്. ഒറൈറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ കോക്കനട്ട് ആണ്. ഓക്കെ. ഇനി എഫക്ട് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് കോസ്റ്റ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ് അതാണ് ഓപ്ഷൻ എ, ബോട്ടിൽ നെക്ക് എഫക്ട്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് എ ബെയർ സൈറ്റ് അൺഇൻഹാബിറ്റഡ് ബൈ ആൻ എനി ഓർഗാനിസം, അതിനാണ് ഓപ്ഷൻ എ, ന്യൂഡേഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരിയഡ് അതാണ് ഓപ്ഷൻ ഡി, ഡോസിമീറ്റർ. ഇനി പ്ലസ് എൻഡയറക്റ്റഡ് ATP ഡിപ്പെൻഡന്റ് മോട്ടർ പ്രോട്ടീൻ ഇൻ മൈക്രോട്യൂബ്യൂൾ അതാണ് കൈനീസിൻ എന്ന് പറയുന്നത്. അടുത്തത് ലാർജ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ കോംപ്ലക്സ് ദാറ്റ് അസംബിൾ ഓൺ എ പ്രീ mRNA ടു ക്യാരി ഔട്ട് RNA സ്പ്ലൈസിംഗ് അതാണ് ഓപ്ഷൻ സി, സ്പ്ലൈസിയോസോംസ്. അടുത്തത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡാഷ് റാപ്പിഡ്ലി വിത്ത് ഡാഷ് ഇൻ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും, സോ ഓപ്ഷൻ എ. അടുത്തത് ഫ്ലൂയിഡ് ദാറ്റ് ഹെൽപ് ടു ക്ലീൻ ദ ബ്ലഡ് ഡ്യൂറിംഗ് ഡയാലിസിസ് ഏതാണ്? ഡയാലൈസേറ്റ് എന്ന് പറയുന്നതാണ് ഫ്ലൂയിഡ് ദാറ്റ് ഹെൽപ് ടു ക്ലീൻ ദ ബ്ലഡ് ഡ്യൂറിംഗ് ഡയാലിസിസ്. അടുത്തത് സിസ്റ്റം ദാറ്റ് ഈസ് റിഗാർഡ് ആസ് എക്സ്ക്ലൂസീവ് പാർട്ട് ഇൻ ഫെറമൺ ഡിറ്റക്ഷൻ ഏതാണ്? വോമറോനേസൽ. ഇനി FIRMA റെഫേഴ്സ് ടു ഏതാണ്? ഓപ്ഷൻ ബി, ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി. ദ 3 domain സിസ്റ്റം വാസ് പ്രപ്പോസ്ഡ് ബൈ ദ കാൾവോയ്സ് ആണ് 3 domain സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. ഇനി വെസ്റ്റീജിയൽ ഓർഗൻസ് ആർ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻ. അപ്പൊ വെസ്റ്റീജിയൽ ഓർഗൻ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അനലോഗസ് ഓർഗന്റെ എക്സാമ്പിൾ ആണ്. നൈട്രിഫൈങ് ബാക്ടീരിയ ദാറ്റ് കൺവേർട്ട് അമോണിയ ടു നൈട്രൈറ്റ്, അമോണിയ നൈട്രേറ്റ് ആക്കുന്നത് നൈട്രോസോമനാസ്. ഫൗണ്ടർ ഓഫ് മോഡേൺ എത്തോളജിസ്റ്റ് ആൻഡ് ഇംപ്രിന്റിംഗ്, ഇംപ്രിന്റിംഗ് നോക്കുമ്പോൾ തന്നെ കോൺറാഡ് ലോറൻസിന്റെ ആണ്. ഇനി കുറച്ച് മാച്ച് ദ ഫോളോയിങ് നോക്കുക. എക്സ്റ്റിങ്ക്ട് ഉണ്ട്, വൾണറബിൾ ഉണ്ട്, എൻഡേഞ്ചർഡ് ഉണ്ട്, നിയർലി ത്രെറ്റൻഡ്. ഓക്കെ. അപ്പൊ എക്സ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഇൻഡിവിജ്വൽ റിമൈനിങ്, അതായത് അവിടെ ഇൻഡിവിജ്വലി ഇല്ല, എക്സ്റ്റിങ്ക്ട് ആയി പോയി. ഓക്കെ. ഇനി വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റിസ്ക് ഓഫ് എൻഡേഞ്ചർമെന്റ് ഇൻ ദ വൈൽഡ്, അതായത് ഹൈ റിസ്ക് ഓഫ് എൻഡേഞ്ചർമെന്റ് ഇൻ വൈൽഡ് ആണ് വൾണറബിൾ. ഇനി എൻഡേഞ്ചർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ, ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ആയിട്ടുള്ളതാണ് എൻഡേഞ്ചർഡ്. നിയർലി ത്രെറ്റൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡേഞ്ചർഡ് ആവാനായിട്ട് ഇപ്പൊ തന്നെ എൻഡേഞ്ചർഡ് ആവും, അതാണ് നിയർലി ത്രെറ്റൻഡ്. ഓക്കെ. സോ ഓപ്ഷൻ സി. ഇനി റെസ്പിറേറ്ററി പിഗ്മെന്റ് ഫൗണ്ട് ഇൻ മൊളുക്സ് ആൻഡ് ആർത്രോപോഡ് ഏതാണ്? ഹീമോസയാനിൻ എന്ന് പറയുന്നതാണ് മൊളുസ്കിലും ആർത്രോപോഡിലുള്ള റെസ്പിറേറ്ററി പിഗ്മെന്റ്. ഇനി ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽ ഹാവിംഗ് ബൈലോബ്ഡ് ന്യൂക്ലിയസ് ഏതാണ്? ഈസ്നോഫിൽ. നമുക്കറിയാലോ ഹെഡ്ഫോൺ പോലെ ഇരിക്കുന്ന, അതാണ് ഈസ്നോഫിൽ. ഇനി ക്രൊമാറ്റോഗ്രഫി ടെക്നിക് വിച്ച് യൂസസ് ഹൈ പ്രഷർ ഉപയോഗിക്കുന്ന ക്രൊമാറ്റോഗ്രഫി ടെക്നിക് ഏതാണ്? ഓപ്ഷൻ സി. ഇനി ക്ലാസ് ഓഫ് ജനറ്റിക് എലിമെന്റ് ദാറ്റ് ക്യാൻ ജംപ് ടു ഡിഫറെന്റ് ലൊക്കേഷൻ ഓൺ എ ജീനോം, അറിയാലോ ട്രാൻസ്പോസോൺസ് ആണ്. ഒരു ജീനോം അപ്പുറത്തേക്ക് ചാടിപ്പോകുന്ന ജമ്പിങ് ജീൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പോസോൺസ് ആണ്.
ഇനി ഫ്ലെക്സിബിൾ അമിനോ ആസിഡ് സ്ട്രെച്ചസ് ബിറ്റ്വീൻ FAB ആൻഡ് FC പോർഷൻ ഇൻ ദ ആന്റിബോഡി, അതാണ് ഓപ്ഷൻ ഡി ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. ഇനി ചൂസ് എ സ്റ്റെപ്പ് നോട്ട് ഇൻവോൾവ് ഇൻ DNA ബാർകോഡിംഗ്, ഏതാണ് ഓപ്ഷൻ ഡി DNA അസസിബിലിറ്റി. ദ ലാർവ ഓഫ് മൊലൂസ്ക്, മൊലൂസ്കിന്റെ ലാർവയാണ് ഓപ്ഷൻ എ ഗ്ലോച്ചിഡിയ എന്ന് പറയുന്നത്. അടുത്തത് എ ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ ടു ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ്, രണ്ട് ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള ട്രാൻസിഷൻ ഏരിയയാണ് ഓപ്ഷൻ എ എക്കോട്ടോൺ എന്ന് പറയുന്നത്. അടുത്തത് വെഡ്ജിങ് is a way in which fishes are caught in, ഓപ്ഷൻ ബി ഗിൽനെറ്റ്. അടുത്തത് the progression of germ cells to spermatozoa is facilitated by, ഓപ്ഷൻ ബി സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ആണ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.